അപ്പൊ അതാണ് വാപ്പ എഴുതി മോൻ പാടി അല്ലെ. ആ പാട്ട് നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ ഒന്ന് പാടല്ലേ ഷാഹിദ? ആ പാട്ടൊന്ന് പാടിക്കാം. നമ്മൾ ലഹരിക്കെതിരുള്ള പാട്ട് ഉറക്കെ പാടിക്കാം. അപ്പൊ നമുക്ക് ഈ സ്കൂൾക്കാരൻ ആവശ്യപ്പെട്ടാട്ടോ ഞാനിങ്ങനെ ഇവന്റെ ഇന്റർവ്യൂ എടുക്കാൻ കൂടെ ഒന്നുകൂടെ വരുന്നുണ്ട് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനമാണ് ഷാഹിദ് വെള്ളങ്ങാട് ഇവിടെ തന്നെ ആക്കുക എന്നുള്ള അഭിപ്രായം സ്കൂളിൽ തന്നെ വന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാലേ അത് പ്രത്യേകം ഈ സ്കൂളുകാരെ ഇവിടുത്തെ ടീച്ചേഴ്സിനെ ഒക്കെ അഭിനന്ദിക്കേണ്ടതുണ്ട്. കാരണം ഒരു കുട്ടിന്റെ കഴിവ് കാണുക, അത് മനസ്സിലാക്കുക, എന്നിട്ട് അവർ ഒന്നിച്ച് നിന്ന് സപ്പോർട്ട് ചെയ്യാന്ന് പറയുന്നൊന്നും ചില്ലറ കാര്യമല്ല. നമ്മളെ സമൂഹത്തില് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് പലവിധമുള്ള കഴിവുകൾ ഉള്ളവരുണ്ട്. ഒന്ന് കൈ പിടിച്ച് ഉയർത്താന്, അത് സാമ്പത്തികം ആവണമെന്നില്ല, എടാ ഈ ഷെറടാ എന്ന് പുറത്തു കൊട്ടി പറയാന് അധ്യാപകരോ അല്ലെങ്കിൽ രക്ഷിതാക്കളോ തയ്യാറാവാത്താണ് പല ആളുകളും മുന്നോട്ട് വരാതിരിക്കാനുള്ള ഒരു കാരണം പറഞ്ഞു. അപ്പൊ ആരാ സ്കൂളിലെ ഹെഡ് മിസ്റ്റർ സാറാ? ആ, അപ്പൊ സ്കൂളിന് ഷാഹിദ് വെള്ളങ്ങാട് എങ്ങനെയാണ്? അഭിമാനമാണോ? എങ്ങനെയാണ്? എന്താ സംശയം? ഞങ്ങളുടെ സ്കൂളിന്റെ ഏറ്റവും ചെറിയ ക്ലാസ്സിലാണെങ്കിൽ കൂടി ഞങ്ങളെ ഏറ്റവും അഭിമാനിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ സപ്പോർട്ടിന് പുറമെ കുടുംബത്തിൽ നിന്ന് ഒരു കുട്ടിക്ക് എന്തായാലും ഉയരാൻ കഴിയുക ഒരു പകുതിയും അവന്റെ കഴിവുണ്ടായിരിക്കും, ബാക്കി പകുതി കുടുംബത്തിന്റെ സപ്പോർട്ട്. അതില് ആ ഒരു കുടുംബം പോലെ തന്നെ കുട്ടിയുടെ കുടുംബം വെറും അമ്മ അച്ഛൻ എന്നുള്ള കുടുംബമല്ല, ഞങ്ങളും അവന്റെ കുടുംബം തന്നെയാണ്. അപ്പോ ഞങ്ങൾ അങ്ങനെയാണ് അവനെ കരുതുന്നത്. ഓരോ കുട്ടിയും ഇപ്പൊ ഞങ്ങളുടെ സപ്പോർട്ടും കൂടി അവനുണ്ട്. അതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്, ഇത്തിരി അഹങ്കാരമുണ്ട്. ഞങ്ങളുടെ ഷാഹിദ് വള്ളുവങ്ങാട് അറിയപ്പെടുന്നത് ഇനി ഷാഹിദിലൂടെ ആയിരിക്കും. ഞങ്ങളെ അവന്റെ സ്കൂളിലെ ടീച്ചേഴ്സ് ആണ് എന്നുള്ള നിലയിൽ വളരെ അഭിമാനമുണ്ട്. ഷാഹിദ് വള്ളുവങ്ങാട് ഇന്ന് ഈ സ്കൂളിന്റെ മാത്രല്ല ഈ നാടിന്റെ കൂടി അഭിമാനമായിട്ട് മാറിയേക്കാണ്. അപ്പോ ഷാഹിദിനെ കുറിച്ച് പറയുമ്പോൾ അവന്റെ ഭാവിയെ കുറിച്ചിട്ട് ആലോചിക്കുമ്പോൾ ഞങ്ങൾക്കൊരു ആശങ്കകളോ ആകുലതകളോ ഒന്നുമില്ല. കാരണം അവന്റെ കഴിവ് മനസ്സിലാക്കിക്കൊണ്ട് അവനെ വളർത്തിക്കൊണ്ടുവരാന്, അതിനനുസരിച്ചിട്ടുള്ള പ്രാക്ടീസും ട്രെയിനിങ് ഒക്കെ കൊടുക്കാന് അവന്റെ ഉപ്പ എപ്പോഴും അവന്റെ കൂടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ കുറിച്ചിട്ടൊരു ടെൻഷൻ അവന്റെ കാര്യം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ ഷാഹിദിനെ എങ്ങനെ പരിചയപ്പെടുന്നത് എന്ന് വെച്ചാല് സ്കൂളില് പഞ്ചായത്ത് കലാമേളന്റെ ആ ടൈമില് ഒരു അറബി പദ്യം പാടുന്നതിന് വേണ്ടിയിട്ട് ഒരു കുട്ടീനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഷാഹിദിന്റെ പാട്ടുകൾ ഞാൻ ശ്രദ്ധിക്കുന്നതും. അപ്പോ ഇവൻ അതിലേക്ക് പറ്റുമോ എന്നുള്ളത് അന്ന് മുതലാണ് അങ്ങനെ ചിന്തിച്ചു തുടങ്ങുന്നത്. അപ്പോൾ സാധാരണ ഞങ്ങൾ 4ാം ക്ലാസ്സിലെ കുട്ടികളെ അല്ലെങ്കിൽ 3ാം ക്ലാസ്സിലെ കുട്ടികളെയാണ് സെലക്ട് ചെയ്യാറുള്ളത്. പക്ഷേ ഷാഹിദിന്റെ പാട്ട് കേട്ടപ്പോൾ അവനെ തന്നെ സെലക്ട് ചെയ്യുകയും അവനെ പഞ്ചായത്ത് കലാമേളയിൽ എ ഗ്രേഡോട് കൂടിയിട്ട് സബ് ജില്ലയിലേക്ക് സെലക്ഷൻ കിട്ടുകയും അവിടെ നിന്ന് 3rd വിത്ത് എ ഗ്രേഡ് കരസ്ഥമാക്കുകയും ചെയ്തു. ഇപ്പൊ ഒന്ന് പല പല പാട്ടുകൾ പാടിയിട്ട് ഷാഹിദ് ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഞങ്ങൾക്ക് നല്ല അഭിമാനമുണ്ട്. ഇനിയും മുന്നേറാൻ ഷാഹിദിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ടീച്ചർ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ പഞ്ചായത്ത് കലാമേളയിലേക്കും അതേപോലെ സബ് ജില്ലാ കലാമേളയിലേക്കൊക്കെ നമ്മൾ കുട്ടികളെ സെലക്ട് ചെയ്യുമ്പോൾ അതേപോലെ 3ലെയും 4ലെയും കുട്ടികളെയൊക്കെ സെലക്ട് ചെയ്യാം. അപ്പോൾ പിന്നെ സംഘഗാനം പാടാൻ വേണ്ടിയിട്ട് ഒരു മെയിൻ ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അതിന്റെ ഫസ്റ്റിലുള്ള ആ സംഗതികൾ പാടാൻ വേണ്ടിയിട്ട് കുറെ കുട്ടികളെ സെലക്ട് ചെയ്തു. ആ സമയത്ത് അതിന് പറ്റിയൊരു സൗണ്ടും ആ ഒരു ഈണം കിട്ടുന്ന ഒരു കുട്ടിയെ കിട്ടിയില്ല. അങ്ങനെയാണ് ഷാഹിദ് 1ാം ക്ലാസ്സിലാണല്ലോ, എന്നാലും നമുക്കൊന്ന് പാടിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് ആ ആദ്യത്തെ വരികൾ പാടിച്ചു. അത് അവൻ നന്നായിട്ട് അവതരിപ്പിച്ചു.
പിന്നെ അങ്ങനെ മെയിൻ പാടിയത് അവനാണ്. കലാപരമായ പ്രവർത്തനങ്ങളിൽ മാത്രമല്ല പഠന പ്രവർത്തനങ്ങളിലും നല്ല ഉഷാറായിട്ടുള്ള കുട്ടിയാണ്. അപ്പൊ വളരെ അഭിമാനമുണ്ട് എന്റെ ക്ലാസ്സിലെ കുട്ടിയാണെന്ന് പറഞ്ഞത്. പാട്ട് പാടാനുള്ള ഒരു കഴിവും അതിന് ശബ്ദവും കിട്ടുക എന്ന് പറയുമ്പോൾ അതൊരു ദൈവിക അനുഗ്രഹം തന്നെയാണ്. ഷാഹിദിന്റെ അധ്യാപകനായതിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു. കാരണം അവൻ അറബി ഭാഷയാണ്. ഞാൻ മാപ്പിളപ്പാട്ടിൽ ഒരുപാട് അറബി വാക്കുകളൊക്കെ കടന്നു വരും. ഈ വാക്കുകളൊക്കെ വളരെ കൃത്യതയോടുകൂടി ഷാഹിദ് ഉച്ചരിക്കുന്നുണ്ട്. ഞാൻ അതിൽ തന്നെ മനസ്സിലാക്കിയിരുന്നു. മാത്രമല്ല ഇത്രയും ചെറുപ്രായത്തിൽ തന്നെ ഇത്തരം വാക്കുകളൊക്കെ കൃത്യമായി ഉച്ചരിക്കാൻ കഴിയുന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഞാൻ ക്ലാസ്സിലെ അറബി പദ്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ഞാൻ ചൊല്ലിക്കൊടുത്ത ശേഷം ഷാഹിദിനെ മേശന്റെ അടുത്തേക്ക് വിളിച്ച് ചൊല്ലിച്ചാല് ഷാഹിദ് 2 or 3 പ്രാവശ്യം ചൊല്ലിയാൽ മതി, കുട്ടികളൊക്കെ അത് കേട്ട്. ഉമ്മൻചാണ്ടി സാറെ കുറിച്ചൊരു പാട്ട് അവൻ പാടിയിട്ടുണ്ട്. ആ ഒരു പാട്ടിലൂടെ തന്നെ അവന് വളരെ കേരളത്തിനകത്തും പുറത്തും അവൻ ഫേമസ് ആയി കഴിഞ്ഞു. ഇപ്പൊ ഈ നമ്മുടെ നാടിനെയൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കുന്ന ലഹരിയെ കുറിച്ച് അതിനെ കുറിച്ച് അവൻ പാടിയല്ലോ. ആ പാട്ടും വൈറലായിക്കൊണ്ടിരിക്കുന്നു. ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കട്ടെ എന്ന് പറയാനേ പറ്റുള്ളൂ. കാരണം അവൻ പാട്ടുകാരനായി മാറി. പാട്ടുകാരനാവട്ടെ എന്ന് പറയാൻ പറ്റില്ല, കാരണം പാട്ടുകാരനായി മാറി. ഇനി ഉയരങ്ങൾ കീഴടക്കാൻ അവൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ എന്തായാലും ഇത്രയും വിലപ്പെട്ട സമയമാണ് അല്ലെ, സ്കൂൾ ടൈമാണ് വിലപ്പെട്ട സമയം. ഈ ഒരു കുട്ടിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ ചെലവഴിക്കുന്നത്. അങ്ങനെ ഓരോ കുട്ടികളും ഇതേപോലെ ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങളെ സ്കൂളിനും ഇവിടുത്തെ അധ്യാപകർക്കും ഇതിനു വേണ്ടി നിങ്ങൾക്ക് സപ്പോർട്ടായി നിൽക്കുന്ന മാനേജ്മെന്റ്, രക്ഷിതാക്കളൊക്കെ നമ്മൾ ഈ ഒരു ചെറിയ യൂട്യൂബ് ചാനലിന്റെ ഒരു സ്പെഷ്യൽ അഭിനന്ദനങ്ങൾ പ്രത്യേകം അറിയിക്കുക കേട്ടോ. അപ്പൊ ഷാഹിദിനെ കൊണ്ട് നമുക്ക് 2 പാട്ടൊക്കെ പാടിച്ച് ഉഷാറാക്കണം. അപ്പൊ നോക്കുമ്പോ ഓന്റെ വലിയൊരു വൻ സൈന്യം ബാക്കിൽ നിൽക്കുക. എടാ ഷാഹിദ് എന്താ ആളെ ഉഷാറല്ലേ, നല്ല പാടോ, എന്നെ പറ്റിയാണല്ലോ പറയണേ അല്ലേ. അപ്പൊ നല്ല പാട്ടുകാരനല്ലേ, നിങ്ങൾ ചെങ്ങായിമാർക്ക് അഭിമാനല്ലേ ആണല്ലേ. അപ്പൊ മോനെ കൂടെ ഒരു പാട്ടൊക്കെ പഠിച്ചു നോക്കുക, നിങ്ങൾ സപ്പോർട്ട് ചെയ്യില്ലേ? ഓക്കെ, ഉറക്കെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ട്. എല്ലാവരും ഇത് കാണിക്കും. ഇതൊക്കെ എന്റെ കൂട്ടുകാരാ കേട്ടോ, ഇതൊക്കെ എന്റെ കൂട്ടുകാരാ. അപ്പൊ എല്ലാവരും കേട്ടോളി, സപ്പോർട്ട് ചെയ്യൂലേ. ഷാഹിദ് നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒരു പാട്ടും കൂടെ പാടാണ് അല്ലെ. ഷാഹിദ് പാടിക്കോ, ഉറക്കെ പാടിക്കോ. തുഞ്ചന്റെ പൈങ്കിളി പാടിയ പാട്ടും പാടി ഉണരുന്ന നാട്, താരീണം ചുണ്ടിൽ മാപ്പിളശീലിൻ മധുരം കിനിയും നാട്, തെയ്യവും കഥകളി നാവർ പാടിയ നാടിത് കേരമരങ്ങൾ, താഴിക പൊൻകുടമേന്തി